വാർത്തകൾ തുടരുന്നു. മണ്ണിൽ വിരിഞ്ഞ് വിണ്ണിലേക്കുയർന്ന് ജ്വലിച്ച വിപ്ലവ സൂര്യനാണ് VS. ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ടി നടന്നാണ് VS കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായത്. കണ്ണേ കരളേ VS എന്ന് ഇടത് അണികൾ മുഴക്കിയ മുദ്രാവാക്യം ഒരു കാലത്ത് മലയാളി മനസ്സാകെ ഏറ്റുവിളിച്ചിട്ടുണ്ട്. 1923 ഒക്ടോബർ 20 പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വെന്തലത്തറ വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ രണ്ടാമനായാണ് അച്യുതാനന്ദൻ്റെ ജനനം. ചെറുപ്പം മുതൽ ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയുമെല്ലാം അച്യുതാനന്ദൻ്റെ കൂടപ്പിറപ്പായിരുന്നു. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ വിദ്യാഭ്യാസം മുടങ്ങി. 12-ാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരൻ്റെ തയ്യൽക്കടയിൽ സഹായിയായി. പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായ VS 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. 1940 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. പുന്നപ്ര വയലാർ സമരത്തിൽ ഒളിവ് ജീവിതത്തിനിടെ 1946 ഒക്ടോബർ 28 പൂഞ്ഞാറിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അനുഭവിച്ചത് കൊടിയ മർദ്ദനം. പോലീസുകാർ തോക്കിൻ്റെ ബയണറ്റ് കാൽവെള്ളയിൽ തുളച്ചിറക്കി. കാലുകൾ ജയിലഴികൾക്കിടയിൽ കെട്ടിവെച്ച് കാൽപാദങ്ങൾ തല്ലിപ്പൊളിച്ചു. മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുക വരെ ചെയ്തു. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പേരിൽ VS 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. രാഷ്ട്രീയ ജീവിതത്തിൽ VS 5 വർഷവും 8 മാസവും ജയിൽ ജീവിതവും 4.5 വർഷം ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പേരിൽ 3 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം 1963 ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും 1 വർഷം നീണ്ട ജയിൽവാസം. 1964 പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിവെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച 32 അംഗങ്ങളിൽ ഒരാളായി. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി സ്ഥാനാർത്ഥിയായി. കോൺഗ്രസിലെ K കൃഷ്ണക്കുറുപ്പിനോട് തോറ്റെങ്കിലും 1967 തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി A അച്യുതനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി. 1970 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസം ജയിൽവാസം അനുഭവിച്ചു. 1980 മുതൽ 1992 വരെ തുടർച്ചയായി CPM സംസ്ഥാന സെക്രട്ടറി. 1985 CPM പോളിറ്റ് ബ്യൂറോ അംഗം. 1996 തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടത് VSന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ തിരിച്ചടികളിൽ ഒന്നാണ്. 2001 മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച VS പ്രതിപക്ഷ നേതാവായി. 3 തവണയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VS അവരോധിക്കപ്പെട്ടത്. 2006 മലമ്പുഴയിൽ നിന്ന് വിജയിച്ച് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി. ഇതിനിടെ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ പാർട്ടി നടപടിയും നേരിട്ടു. യൗവനകാലം മുതൽ വേട്ടയാടപ്പെട്ടവനായി ജീവിക്കേണ്ടി വന്ന VS അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവാഗ്നിയായി പടർന്നു. ജനനേതാവ് എന്നതായിരുന്നു VSന് ഏറ്റവും ചേർന്ന വിശേഷണം. ജനനേതാവ് ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും. ACV ന്യൂസ്, ആലപ്പുഴ.